അസോസിയേറ്റും എൻ്റെ സുഹൃത്തുമായ അർഫാസ് അയ്യൂബിൻ്റെ ഡെബ്യൂ മൂവിയാണ് ക്രോസ്. അത് ഞങ്ങൾ 12th Man വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ സ്റ്റോറി ഐഡിയ പറയുകയും അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ അർഫാസ് തന്നെ എഴുതി. എനിക്ക് തോന്നുന്ന അവസാനം ഞങ്ങൾ ഇതിൻ്റെ ലൊക്കേഷൻ ഇന്ത്യയിലും സത്യം പറഞ്ഞാൽ ഇന്ത്യയിലേക്കും നമ്മൾ ഉദ്ദേശിച്ചുള്ള ലൊക്കേഷൻ കിട്ടാതെ ഞങ്ങൾ റാമിൻ്റെ ലൊക്കേഷൻ സ്കൗട്ടിങ്ങിൻ്റെ ഇടയ്ക്കാണ് ട്യൂണീഷ്യയിൽ ഈ പടത്തിന് പറ്റിയ ഒരു ലൊക്കേഷൻ കണ്ടെത്തിയത്. ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ഒത്തിരി നാളത്തെ കഷ്ടപ്പാടിൻ്റെയും എല്ലാ സിനിമയുടെയും പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് പേഴ്സണലി അറിയാമല്ലോ, അർഫാസിൻ്റെ ഒത്തിരി നാളത്തെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. തീർച്ചയായിട്ടും അതിനകത്തൊരു ഭാഗമായിട്ട് നിൽക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായിട്ട് വന്നു. രമേശ് പിള്ള ഇദ്ദേഹം തന്നെയാണ് റാമിൻ്റെ പ്രൊഡ്യൂസർ. പിന്നെ എനിക്കറിയാം, ഞാൻ എവിടെ പോയാലും എന്നോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് റാം എന്ന് വരും. റാം ഉടനെ ഷൂട്ടിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. തീർച്ചയായിട്ടും ഈ പടം എല്ലാവരും കാണണം. ഒരു ടോട്ടലി ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മൂവിയാണ്. ഇറ്റ്സ് എ ത്രില്ലർ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറൈസേഷനാണ് അതിനകത്ത്. ആസിഫിൻ്റെയും ഷറഫിൻ്റെയും അമലയുടെയും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. ഐ തിങ്ക് യു വിൽ ലവ് ഇറ്റ്. ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ത്രില്ലർ. താങ്ക് യു സർ. താങ്ക് യു. അൽഫാസ്, എനിക്കറിയാം ജതുവേട്ടനാണ് സിനിമ പ്രസന്റ് ചെയ്യുന്നത്. മലയാള സിനിമയുടെ ലീഡ് ആക്ടേഴ്സ് ആയിട്ടുള്ള ആസിഫും ഷറഫും അമലയൊക്കെ പടത്തിലുണ്ട്. ഫസ്റ്റ് മൂവിയാണ്. നമസ്കാരം. സാധാരണ അവിടെ ഇരുന്നിട്ട് ഇങ്ങോട്ട് പരിപാടി കണ്ട പരിചയമുണ്ട്. ഈ ഒരു ആംഗിൾ ഇറ്റ്സ് ന്യൂ ടു മീ ആൻഡ് ഇറ്റ്സ് എ നൈസ് വ്യൂ. ഒരു ഫിൽം മേക്കറിൻ്റെ കരിയറിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നത് അയാളൊരു സിനിമ ചെയ്യണം എന്ന് സ്വപ്നം കണ്ട് തുടങ്ങുന്ന അന്നാണ്. ആ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലൈമാക്സിലാണ് പുള്ളി ആ സിനിമ കംപ്ലീറ്റ് ചെയ്ത് ഓഡിയൻസിനടുത്ത് എത്തിക്കുന്നത്. ആ യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒത്തിരി സ്ട്രഗിളും ഹേർഡിൽസും ഒക്കെ ഉണ്ട്. ഐ ഹാവ് എ ഫ്യൂ പീപ്പിൾ ടു താങ്ക് എൻ്റെ യാത്ര എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ. ഫസ്റ്റ് ഓഫ് ഓൾ, മൈ മെൻറ്റോർ ജീതു ജോസഫ് sir for believing in me. My producer Ramesh Pilla sir, my first producer, he made sure that the film happens. And my lovely cast, Asif, Amala and Sharaf. Without them, I would not have made this film. And each member of my crew who stood by me throughout, and my family, my dad, mom, my wife and my son, for their love and their prayers. And ഈ മോമെൻറ്റ് എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു മോമെൻ്റ് ആണ്. ദിസ് ഈസ് എ മെമ്മറി ദാറ്റ് ഐ ആം ഗോയിങ് ടു ചെറിഷ് ഫോർ എ വെരി ലോങ് ടൈം ടു കം. താങ്ക്സ് ടു ഈച്ച് വൺ ഓഫ് യു ഫോർ ഷെയറിങ് ദിസ് മോമെൻറ്റ് വിത്ത് മീ. ലെവൽ ക്രോസ് ഉടനെ തന്നെ തിയേറ്ററുകളിലെത്തും. നിങ്ങളെല്ലാവരും പോയി സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ആദ്യത്തെ പടമാണ്. കൂടെ ഉണ്ടാവണം. താങ്ക് യു. കൂടെ ഉണ്ടാവണം കൊച്ചി. താങ്ക് യു. താങ്ക് യു അർഫാസ്.